എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും MRS ഇലക്ട്രോണിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് വാക്യൂം LCD സെപ്പറേറ്റർ മെഷീനാണ്. ഇത് നമ്മൾ മൊബൈലിൻ്റെ ഡിസ്പ്ലേ ഒക്കെ അഴിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതുപോലുള്ള ഒരു കോംബോ ഡിസ്പ്ലേ നമുക്കിതിൻ്റെ ഗ്ലാസ് സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു മെഷീനാണിത്. അപ്പോൾ ഇതിൻ്റെ പ്രശ്നം എന്ന് പറയുന്നത് ഇത് പവർ ഓൺ ആകുന്നില്ല എന്നും പറഞ്ഞിട്ടാണ് നമ്മൾ ഇത് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് എന്താണ് പ്രശ്നമെന്ന് നമുക്ക് അഴിച്ച് നോക്കാം. ഞാനിപ്പോൾ ഇവിടെ കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. പവർ ഓൺ ചെയ്ത് ഇതിൻ്റെ പിറകിൽ തന്നെ പവർ ഓണായി കിടപ്പുണ്ട്. ഈ ലൈറ്റ് കത്തിക്കിടപ്പുണ്ട്. പക്ഷേ ഈ ഡിസ്പ്ലേ ഓൺ ആവുന്നില്ല. ഇതാണ് ഇതിൻ്റെ പ്രശ്നം. അപ്പോൾ ഇതൊന്ന് ഓപ്പൺ ചെയ്ത് എന്തുകൊണ്ടാണ് ഇത് ഓൺ ആവാത്തതെന്നും കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. അതിനു മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, അപ്പോൾ ഞാൻ ഇതിൽ ഒരുപാട് സ്ക്രൂകളൊക്കെ ഉണ്ട്. ആ സ്ക്രൂകളൊക്കെ ആദ്യം ഒന്ന് അഴിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഇത് ഓപ്പൺ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിനകത്ത് അങ്ങനെ അധികം സാധനങ്ങളൊന്നുമില്ല. ഒരു 12 വോൾട്ട് 2 ആംപിയറിൻ്റെ SMPS ഉണ്ട്. കൺട്രോൾ ബോർഡും ഉണ്ട്. ഇത്രയും തന്നെ ഇതിനകത്തുള്ളത്. ഇത് ഹീറ്ററിൻ്റെ ലൈനാണ് ഈ പോകുന്നത്. ഹീറ്ററിൻ്റെ ലൈനുണ്ട്, ഒരു തെർമോസ്റ്റാറ്റ്, ഒരു സെൻസറും ഉണ്ട്. വളരെ ചെറിയൊരു ബോർഡ് മാത്രമേ ഇതിനകത്തുള്ളൂ. അപ്പോൾ ആദ്യം നമുക്ക് ഈ ഒരു പവർ സപ്ലൈ കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ ഇല്ല എന്നാണ് നോക്കേണ്ടത്. ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് DC ഔട്ട്പുട്ട് 12 വോൾട്ട് 2 ആംപിയർ. ഇത് ഓപ്പൺ ചെയ്യുക. ഇവിടെയാണ് ഇതിൻ്റെ വയറും കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നത്. ആദ്യത്തെ ലൈൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. ലൈന് ന്യൂട്രൽ, ഗ്രൗണ്ട്, V-+. ഇതിൻ്റെ പുറത്ത് എഴുതി വച്ചിരിക്കുന്ന അനുസരിച്ചിട്ട് ഇവിടെ ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ട്. അതെന്താണെന്ന് നോക്കാം. ഇവിടെ V-V+, അതായത് ഇത് പോസിറ്റീവും ഇത് പോസിറ്റീവും ഇത് നെഗറ്റീവും എന്നാണ് ഇതിൽ എഴുതിയിരിക്കുന്നത് ഇതിൻ്റെ ഒരു ഇതിൽ. പക്ഷേ ഇവിടെ ഈ റെഡ് വയർ പോസിറ്റീവായിട്ടാണ് നെഗറ്റീവിലാണ് കണക്ഷൻ കൊടുത്തിരിക്കുന്നത്. അങ്ങനെയാണോ ഇതിനകത്തെന്ന് എനിക്കറിയില്ല. അപ്പോൾ അത് ചെക്ക് ചെയ്യണം. ആദ്യം നമുക്ക് ഇതിനകത്ത് വരുന്ന വോൾട്ടേജും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്ത് നോക്കാം. ഇത് നമ്മുടെ മെയിൻ ലൈനാണ് ഈ വരുന്നത്. ഈ ഒരു ബ്ലൂ കളറും റെഡും മെയിൻ 220 വോൾട്ട് AC വരും. ഈ കറുപ്പും ചുവപ്പും 12 വോൾട്ട്. അപ്പോൾ വോൾട്ടേജ് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, മൾട്ടിമീറ്റർ ഞാനിവിടെ വോൾട്ടേജ് മോഡിൽ ഇട്ടിട്ടുണ്ട്. പവർ ഓൺ ചെയ്തിട്ടുണ്ട്. നമുക്ക് ഔട്ട്പുട്ട് വോൾട്ടേജ് എത്ര ഉണ്ടെന്ന് നോക്കാം. ഔട്ട്പുട്ട് വോൾട്ടേജ് 11.8 കാണിക്കുന്നുണ്ട്. ഓക്കെ, 11.8 കാണിക്കുന്നുണ്ട്. 12 വോൾട്ട് ഉണ്ട്. ഈ ചെറിയ ബോർഡിലാണ് കംപ്ലൈൻ്റ് ഉള്ളത്. ഈ പവർ സപ്ലൈ ഓക്കെയാണ്. അപ്പോൾ ആദ്യം നമുക്ക് ഇതും കൂടെ ഇതിനകത്ത് നിന്ന് അഴിച്ചെടുക്കാം. ഇതിനകത്ത് ഇതൊന്ന് ഹൈ വോൾട്ടേജാണ്, 220 വോൾട്ടേജ്. അത് നമ്മൾ നേരെ ഇതിനകത്ത് നിന്ന് അഴിച്ചു മാറ്റി. ഇപ്പോൾ ഇത് കൂൾഡ് മോഡിലാണ്. നമുക്ക് ചെക്ക് ചെയ്യാനും മറ്റു കാര്യങ്ങൾക്കൊക്കെ എളുപ്പം. നമുക്ക് ഇനി ഇതിനകത്ത് എന്തെങ്കിലും ഷോർട്ടിങ്ങോ കാര്യങ്ങളോ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇവിടെ ഈ ഒരു കപ്പാസിറ്റർ ഷോർട്ടിങ് കാണിക്കുന്നുണ്ട്. 15 ഓംസിലാണ് ഷോർട്ടിങ് കാണിക്കുന്നത്. 15 ഓംസ്. അപ്പോൾ ഈ പ്രോസസ്സർ ഷോർട്ട് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. അപ്പോൾ നമ്മുടെ ഈ പ്രോസസ്സറിന് സപ്ലൈ കൊടുക്കുന്ന ഒരു വോൾട്ടേജ് റെഗുലേറ്റിംഗ് IC ആണ് ഇത്. നമ്മുടെ 12 വോൾട്ട് നേരെ വന്നിട്ട് ഈ 12 വോൾട്ട് ഇതുവഴി നേരെ വന്ന് ഇവിടെ വരും. ഇതിൻ്റെ സെൻറ്റർ പോയിന്ന് നമുക്ക് 5 വോൾട്ട് ഔട്ട് ചെയ്തിട്ടാണ് ഈ ഒരു പ്രോസസ്സറിന് കൊടുക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ഇവിടെ ഇതിൻ്റെ ഈ പ്രോസസ്സറിൻ്റെ ഈ സൈഡിലുള്ള ഈ ഒരു കപ്പാസിറ്ററിൽ 15 ഓംസ് ഷോർട്ടിങ് കാണിക്കുന്നുണ്ട്. ഒരുപക്ഷെ ഈ കപ്പാസിറ്റർ പോയിട്ടുണ്ടാവും, അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ മെയിൻ IC പോയിട്ടുണ്ടാവാം. ഓക്കെ, നമുക്കിതൊന്ന് പവർ കൊടുത്ത് ഓൺ ചെയ്തിട്ട് അവിടെ വരുന്ന സപ്ലൈയും കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇപ്പോൾ ഞാൻ പവർ കൊടുത്ത് ഓൺ ചെയ്തിട്ടുണ്ട്. നമുക്ക് മൾട്ടിമീറ്റർ വോൾട്ടേജ് മോഡിലിട്ടിട്ട് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇവിടെ നമുക്ക് 12 വോൾട്ട് വരുന്നുണ്ട്. ഇതിൻ്റെ ഈ ഒരു റെഗുലേറ്റിംഗ് കഴിഞ്ഞിട്ട് 4.9 വോൾട്ട് വരുന്നുണ്ട്. പക്ഷേ ഇത് ഇപ്പോഴും എന്നിട്ട് ഇത് ഈ പവർ വന്നു കഴിഞ്ഞാൽ സ്പോട്ടിൽ ഓൺ ആവണം ഇത്. പക്ഷേ ഇത് അങ്ങനെ ഒന്നും ചെയ്യുന്നില്ല. ഈ IC ചൂടാവുന്നതുമില്ല, ഡെഡായിട്ടാണ് ഇരിക്കുന്നത്. ഈ ICയുടെ ഇവിടുത്തെ പിന്നിൽ VCC പിന്നെ VCC ഉണ്ട്. പിന്നെ V ക്യാപ്പിൽ വോൾട്ടേജ് കറക്റ്റാണ്. റീസെറ്റിൽ ഒരു വോൾട്ടേജും കാണാം. റീസെറ്റ് വോൾട്ടേജ് എല്ലാം ഓക്കെയാണ്. റീസെറ്റിൽ വോൾട്ടേജ് ഉണ്ട്. അപ്പോൾ വോൾട്ടേജും കാര്യങ്ങളെല്ലാം ഓക്കെയാണ്.
പക്ഷേ ഇത് ഓൺ ആകുന്നില്ല. നമ്മുടെ ഈ പ്രോസസ്സർ കംപ്ലൈൻ്റാണ്. കംപ്ലൈൻ്റാണ്. ഇത് മാറ്റി വെക്കാനൊന്നും പറ്റില്ല. നമ്മൾ ഈ ഒരു ബോർഡ് തന്നെ നമ്മൾ ഇതിനകത്തുനിന്ന് റീപ്ലേസ് ചെയ്യണം. നമുക്കിത് ഓൺലൈനിൽ അവൈലബിൾ ആണ്. ഈ ബോർഡ് നമുക്ക് ഓൺലൈനിൽ നിന്ന്, ഇവിടെ നിന്ന് കടകളിലൊന്നും ഇതൊന്നും വാങ്ങിക്കാൻ കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ഓൺലൈനിലുണ്ട്. ഓൺലൈനിൽ നമുക്ക് ഓർഡർ ചെയ്ത് ഇത് ഒരെണ്ണം വാങ്ങിച്ചിട്ട് കണക്ഷൻ കൊടുത്ത് നോക്കാം. അപ്പോൾ ഞാനത് ഓർഡർ ചെയ്ത് വാങ്ങിച്ചിട്ട് വരാം. ഓക്കെ, അപ്പോൾ ഒരു 4-5 ദിവസം എടുത്ത് നമുക്ക് ഈ ഒരു ബോർഡ് ഞാൻ ഓർഡർ ചെയ്തു. നമുക്കിത് കൊറിയർ പാഴ്സൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഈ ഐറ്റം. ഇതിനകത്തുള്ള ഐറ്റം LC സ്ക്രീൻ, സെപ്പറേറ്റർ, PCB ബോർഡ്, സിംഗിൾ ഡിസ്പ്ലേ സ്ക്രീൻ, സെപ്പറേറ്റർ സർക്യൂട്ട് ബോർഡ്. അപ്പോൾ ഇതിൻ്റെ വിലയെന്ന് പറയുന്നത് 699 രൂപയാണ്. 599 രൂപയാണ് ഇതിൻ്റെ വില. പക്ഷേ 100 രൂപ ഞാൻ ക്യാഷ് ഓൺ ഡെലിവറിയാണ് എടുത്തിരിക്കുന്നത്. കാര്യം ഇത് വന്ന് ചെക്ക് ചെയ്ത് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ക്യാഷ് ഓൺ ഡെലിവറിയാണ് എടുത്തത്. അങ്ങനെ 100 രൂപ ഇത് കൊറിയർ ചാർജും കൂടെയായിട്ട് 699 രൂപ എനിക്ക് ആയിട്ടുണ്ടത്. അപ്പോൾ ഇതാണ് എൻ്റെ അഡ്രസ്സ്. അപ്പോൾ നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. പേപ്പറേ ഉള്ളൂ. 2 പേപ്പറായി, 3 പേപ്പറായി. ഓക്കെ, അപ്പോൾ നമ്മളെ ബോർഡ് വന്നിട്ടുണ്ട്. നല്ലൊരു ചെറിയൊരു പെട്ടിക്കകത്താണ് ഇത് വന്നത്. കമ്പോണൻസുകളൊക്കെ ഇട്ട് വയ്ക്കാം. ഇതണക്കത്ത ഒരു 10-20 പെട്ടി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കമ്പോണൻറ്റ് കാര്യങ്ങളൊക്കെ ഇതിനകത്ത് ഇട്ട് വയ്ക്കാം. ഓക്കെ, ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്, എന്നാലും ഏകദേശം സെയിം തന്നെയാണ്. ഇനി നമ്മുടെ ഇത് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇതിനകത്ത് നീല റിലേ, ഇതിനകത്ത് കറുത്ത റിലേ വരുന്നുണ്ട്. ഇവിടെ ഒരു 3 കപ്പാസിറ്റർ ഉണ്ട്, ഇവിടെ 2 ഉള്ളൂ. ഇത് വയറിങ്ങും കാര്യങ്ങളൊക്കെ എല്ലാം സെയിം തന്നെ ആയിരിക്കുമെന്ന് വിചാരിക്കണം. വലിയ വ്യത്യാസമൊന്നും ഉണ്ടായിരുന്നാൽ മതി. ഇതൊരെണ്ണം വളഞ്ഞിട്ടാണ് ഇരിക്കുന്നത്. ഇത് എനിക്ക് തോന്നുന്നു ഷിപ്മെൻറ്റിലും എല്ലാം സംഭവിച്ചായിരിക്കും. ഇവിടെ ഒരു ചെറിയ വളവുണ്ട് സ്വിച്ചിന്. ഓക്കെ, നമുക്ക് ഇതിൻ്റെ കണക്ഷനൊക്കെ കൊടുത്തിട്ട് ഒന്ന് ഓൺ ചെയ്ത് നോക്കാം. ഇവിടെ എഴുതിയിട്ടുണ്ട് ഇത് മോട്ടോർ പ്ലസ് മൈനസ് സ്വിച്ച് കറക്റ്റാണ്. പിന്നെ V പ്ലസ് മൈനസ്, അതിൻ്റെ കണക്ഷനും ഓക്കെ. ഇനി അതുകൊണ്ട് ഒരു സെൻസറുണ്ട്. ഓക്കെ, ഇനി നമുക്കിതിലൊന്ന് പവർ കൊടുത്ത് നോക്കാം. ഓക്കെ, പവർ ഓൺ ചെയ്ത് നോക്കാം. ഓണായി. അപ്പോൾ ഇതിന് ഈ ബോർഡ് വേസ്റ്റ്, സ്ക്രാപ്പ്. നമുക്കിതൊക്കെ ഒന്ന് തിരിച്ച് ഇതേ കണക്കിന് അതിനകത്ത് സെറ്റ് ചെയ്തിട്ട് ഇങ്ങനെ സെറ്റ് ചെയ്യാം.
ഓക്കെ, അപ്പോൾ സ്വിച്ചുകളെല്ലാം വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ തിരിച്ച് ഇതേ കണക്ക് സെറ്റ് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ ഈ ഒരു മോട്ടറെല്ലാം വർക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെയാണ്. ഇനി ഇത് ഫുള്ളൊക്കെ ഒന്ന് സെറ്റ് ചെയ്തെടുത്തിട്ട് നമുക്ക് ആ പ്ലേറ്റിൽ നല്ല രീതിയിൽ പ്രഷറിൽ പിടിക്കുന്നുണ്ടോ, ആ പ്ലേറ്റ് ഹീറ്റ് ആവുന്നുണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, നമ്മുടെ ബോർഡ് സെറ്റായിട്ടുണ്ട്. സ്ക്രൂ ഒക്കെ ചെയ്ത് പിടിച്ചിട്ടുണ്ട്. വയറും കാര്യങ്ങളൊക്കെ ഓക്കെയാണ്. നമുക്കിനി ഇതൊന്ന് അടച്ച് ഇതിൻ്റെ സ്ക്രൂ ഒക്കെ ഒന്ന് ടൈറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മുടെ വാക്യൂം LCD സ്ക്രീൻ സെപ്പറേറ്റർ മെഷീൻ റെഡി ആയിട്ടുണ്ട്. ഓക്കെ, നമുക്ക് പവർ ഓൺ ചെയ്യാം. ഇപ്പോൾ ഇതിനകത്ത് 31 ഡിഗ്രി ആണ് കാണിച്ചിരിക്കുന്നത്. അതായത് ഇപ്പോൾ ഇതിൻ്റെ സെൻസറിനകത്തുള്ള ആ ഒരു റീഡിങ് നമ്മുടെ റൂം ടെമ്പറേച്ചറാണ് ഈ കാണിച്ചിരിക്കുന്നത്. നമുക്ക് ഇതിനകത്ത് സെറ്റ് ചെയ്യാം. ഇതിനകത്ത് ഇപ്പോൾ 80 ആണ് കിടക്കുന്നത്. അത് നമുക്ക് 120 ഡിഗ്രി ചൂട് വരെ ഇതിനകത്ത് അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കാം. അതായത് ഈ പ്ലേറ്റ് ചൂടാവും. അപ്പോൾ ഈ പ്ലേറ്റിൻ്റെ ചൂട് നമുക്കൊരു 140 വരെ നിർത്താൻ പറ്റും. നമുക്കൊരു 90 ഡിഗ്രിയിൽ വയ്ക്കാം. ഇപ്പോൾ തന്നെ ചൂടായി തുടങ്ങിയിട്ടുണ്ട്. നല്ല ചൂടായി തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കൊരു ഇതിപ്പോൾ ഞാനൊരു ഇത് ഏതിൻ്റെ ഒപ്പോ A5s ഞാനൊരു ഡിസ്പ്ലേ മാറിക്കൊടുത്തായിരുന്നു. അപ്പോൾ അതിൻ്റെ പൊട്ടിയ ഡിസ്പ്ലേ ആണിത്. ഈ ഡിസ്പ്ലേ നമുക്കിങ്ങനെ വെച്ചിട്ട് സ്റ്റാർട്ട് കൊടുക്കാം. അപ്പോൾ അത് കറക്റ്റായിട്ട് പിടിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ ഒരു വാക്യൂം LCD സെപ്പറേറ്റർ മെഷീൻ കറക്റ്റായിട്ട് നമ്മൾ ഈ ഒരു ബോർഡ് മാറ്റി ഇപ്പോൾ ഇത് വർക്കിംഗ് കണ്ടീഷനിലോട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. നമുക്കൊരടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ മറക്കാതെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോസ്. ബൈ.